ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. എൻ്റെ രാവിലത്തെ ഇഡ്ഡലി ബാക്കി വന്നു. അത് ഞാനെടുത്ത് നന്നായി അടച്ച് ഫ്രിഡ്ജിൽ വെച്ചു. വൈകുന്നേരത്തെ ഡിന്നറിനെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിനെ എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചു. ശേഷം ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ കടുകിട്ടു. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരല്പം ജീരകമണി, ഒരു ഫ്ലേവറിന് മാത്രം ഒരു 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. അതൊന്ന് നന്നായി വെളിച്ചെണ്ണയിൽ കിടന്ന് ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോഴാണ് കരിവേപ്പില ഇട്ട് കൊടുക്കേണ്ടത്. കരിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എരിവിന് വേണ്ടി ഒരു 2, 3, 4 ഇഷ്ടം ഉള്ളത്ര എരിവിനനുസരിച്ച് നമുക്കതിനകത്തേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ ഇഡ്ഡലി കഷ്ണങ്ങളാക്കി വെച്ചതിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. 2 മിനിറ്റിൽ നമുക്ക് ലഞ്ച് റെഡിയായി. ആ ഫ്ലേവർ എല്ലായിടത്തും വരുന്നത് വരെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഒരല്പം, അതായത് 1/2 ടീസ്പൂൺ ഇട്ടിട്ടേ ഉള്ളൂ. അതിന് പകരമായിട്ട് നമുക്ക് ചട്നിപ്പൊടി ഉണ്ടല്ലോ, വീട്ടിലുണ്ടാക്കുന്നതും കടയിൽ നിന്ന് കിട്ടുന്നതുമായ, അതായാലും മതി. ഇതെല്ലാം റെഡിയായ ശേഷം ഞാനൊരു ഓംലെറ്റ് ഉണ്ടാക്കി വെച്ചിരുന്നു. ആ ഓംലെറ്റിനെ ചെറിയ ചെറിയ പീസുകളാക്കി ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. വെജിൻ്റെ ആൾക്കാർ ഓംലെറ്റ് ഇടണ്ട കേട്ടോ. അല്ലാതെ തന്നെ ഓംലെറ്റ് ഒന്നും ഇല്ലാതെ തന്നെ തിന്നാൻ നല്ല ടേസ്റ്റിയായ നല്ല സ്മൂത്തായിരിക്കും ഇഡ്ഡലി. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇഡ്ഡലിച്ചെമ്പിൽ വെച്ച് വീണ്ടും ആവി കയറ്റിയെടുക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ, അത്രയും സമയം വേണ്ട, ചീനച്ചട്ടി ചൂടാകേണ്ട ഒരു സമയം മാത്രം, ഒരു 3 മിനിറ്റ് ഏറി വന്നാൽ വേണം. ഇതെല്ലാം കൂടെ ഞാനൊന്നങ്ങ് മിക്സ് ചെയ്ത് വെച്ചു. എന്താ ടേസ്റ്റ്, എന്താ ഫ്ലേവറ്! ഇത് കഴിച്ചാൽ ഇനി ഒന്നും വേണ്ട, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം. നല്ല എരിവുണ്ട് കേട്ടോ.